ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് വളകൾ ഡിസൈൻ ചെയ്തെടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ടി വെയർ ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വളയുടെ ഒരു ഡിസൈനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വലിയ ആളുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു വള എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്കിതുപോലെ പഴയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വളയാണ് വേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ വളമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഒഴിവാക്കി ഏതെങ്കിലും ഒരു വള എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഇതുപോലെ സിൽക്കിൻ്റെ ത്രെഡാണ്, പിന്നെ ഫാബ്രിക് ഗ്ലൂ, പിന്നെ എന്തെങ്കിലും കുറച്ച് സ്റ്റോൺസ്. ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റോൺ എടുത്തതാണ്. ഇനി നമുക്ക് ഈ ത്രെഡിനെ ഒരേ നീളത്തിൽ നമുക്കിതിനൊന്ന് ചുറ്റിയെടുക്കണം. ഈ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ മതിയാവും ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ആദ്യം നമുക്ക് കുറച്ചൊരു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ത്രെഡിനെ ഒന്ന് ചുറ്റിയെടുക്കാം. ഗ്ലൂ കൊടുക്കുന്നത് ആ ത്രെഡ് എന്നിട്ട് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇത്രയും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുറ്റിയെടുത്ത ത്രെഡിൻ്റെ മേലെ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ തന്നെയാണ്. ഇത് അപ്ലൈ ഗ്ലൂ ആക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ത്രെഡ്സ് എല്ലാം തമ്മിലൊന്ന് ഒട്ടി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ത്രെഡ്സിനെല്ലാം പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ത്രെഡ് ഗ്ലൂ ഇല്ലാത്ത സൈഡിലാട്ടോ കട്ട് ചെയ്യേണ്ടത്. ഗ്ലൂ ഉള്ള സൈഡിലല്ല, നമുക്ക് ഒരു സൈഡിൽ മാത്രം ത്രെഡ്സ് തമ്മിൽ ഒട്ടി നിന്നാൽ മതി. ഇപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് ഈ ഒരു വളയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. വളയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഫസ്റ്റ് നമ്മൾ ആ ഗ്ലൂ ആക്കിയ സൈഡ് ഫസ്റ്റ് വളയിൽ ഒട്ടിച്ചു കൊടുക്കും. വീണ്ടും നമ്മളിതിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറേ ത്രെഡ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഈ വളയിൽ ഇത് കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഞാനിത് കംപ്ലീറ്റ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പച്ച വളയിൽ പച്ച ത്രെഡ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഏത് കളർ വളയും ഉപയോഗിക്കാം, ഏത് കളർ ത്രെഡ് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളയും ത്രെഡ് ഉപയോഗിച്ചു എന്ന് മാത്രം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെരിഞ്ഞിട്ട് ഓരോ ലൈനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കിതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതേ വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഒരു വളയിലേക്ക് എത്ര എണ്ണം വേണോ അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് വളയിൽ ഫാബ്രിക് ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 10 സെക്കൻഡ് നമ്മളിതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റിക്കായിക്കോളും. ഇനി ഇതിൻ്റെ അടുത്തായിട്ട് അടുത്ത ലൈൻ വരച്ചിട്ട് അടുത്തൊരു ലൈൻ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു വളയിൽ കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ ഈ ഒരു വളയിൽ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഉണങ്ങി വരുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് ആ ഒരു ഗ്ലൂ ഒന്നും ഇതിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊരു അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് അതിലേക്ക് മാച്ചായിട്ടുള്ള വളകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് വളകളുടെ ഡിസൈനാണ് ഞാൻ ഈ കാണിക്കുന്നത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ഏത് ഡിസൈനിലും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, കുറച്ച് സ്റ്റോൺസും ത്രെഡും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.